അല്ലാതെ ഒരു വിഷയമില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് പാർലമെൻറ്റ് ഇലക്ഷന് അവർ ഞങ്ങൾക്ക് പിന്തുണ വന്നപ്പോൾ നിങ്ങൾ ആരും ഈ ചോദ്യം ഉയർത്തിയില്ലല്ലോ. ഉയർത്തിയോ? ഇല്ല. 3 പതിറ്റാണ്ട് കാലം CPM-ന് അവർ പിന്തുണ കൊടുത്തപ്പോൾ ഈ ചർച്ച കേരളത്തിലുണ്ടായോ? ഇല്ല. അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ ഗവൺമെൻറ്റിലുള്ള ജനങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും വെറുപ്പും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കൗശലവും തന്ത്രവുമാണ് വിഷയം മാറ്റിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ അടക്കം ഒരാളുടെയും വണ്ടി പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ UDF നേതാക്കന്മാരുടെ വണ്ടി മാത്രം തിരഞ്ഞെടുത്ത് പരിശോധിക്കുകയും മറ്റത് പരിശോധിക്കാതിരിക്കാൻ ചെയ്തപ്പോൾ ആ വിവേചനം പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എൻ്റെ പരിശോധിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി പരിശോധിച്ചു. ഞാൻ പരിശോധനയ്ക്ക് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയനാണ്, അവരും വിധേയരാണ്. പക്ഷേ തിരഞ്ഞുപിടിച്ച് UDF നേതാക്കന്മാരുടെ മാത്രം. കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടാക്കിയത് മന്ത്രി SP-യെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ 2 വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത്. അതിൻ്റെ പണി അവിടെ കിട്ടിയതാണ്. എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട, വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട. അല്ലല്ലേ, ഞങ്ങളുടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. വേറെ ആരെയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും. എല്ലാവരും നിയമത്തിന് വിധേയരാണ്, ഞാനടക്കം. പക്ഷേ UDF നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. നിങ്ങൾ അവിടെ ചെയ്ത എന്താണ്? അവർ ഷാഫി പറമ്പിലിനോട് ലൈറ്റ് വെച്ച് ആക്ഷൻ കാണിച്ചു, ഇറങ്ങി പുറത്ത് നിൽക്കാൻ. അദ്ദേഹം പുറത്തിറങ്ങി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഡിക്കി വെക്കാൻ പറഞ്ഞു. ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയാണ് MP-യോട് പെരുമാറിയത്. ഡിക്കി വെക്കാൻ പറഞ്ഞു, തൻ്റെ വണ്ടിയുടെ ഡിക്കി പൊക്കി പെട്ടിയെടുത്ത് താഴെ വയ്ക്കാൻ പറഞ്ഞു ഷാഫി പറമ്പിലിനോട്. എന്നിട്ട് താൻ ആ പെട്ടി തുറക്കണമെന്ന് പറഞ്ഞു. അത്രയും മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ചെറുപ്പക്കാരാണ് റിയാക്ട് ചെയ്തത്രയുള്ളൂ. അല്ലല്ല. ഞാൻ ചോദിക്കട്ടെ, വീഡിയോ പോയത് പോലീസിന്റെ വീഡിയോ ആണ് പോയത്. പോലീസിന്റെ വീഡിയോ അല്ലാത്ത വീഡിയോ അല്ല പോയത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടായ സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമേ അറിയുള്ളൂ. Subscribe to One India and never miss an update.